ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ ഒരു വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക, ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് ഒന്നിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ആരെങ്കിലും വീഡിയോ ഫേസ്ബുക്കിൽ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ സ്കിപ്പ് ചെയ്ത് പോവുക വീഡിയോ. ആരും ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ മനസ്സ് വിചാരിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദ ചാരിയറ്റ് കാർഡാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത്. സെക്കൻഡ് കാർഡ് ഓക്കെ, 5 ഓഫ് വാൻഡ്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. തേർഡ് കാർഡ് ദ എംപ്രസ് കാർഡാണ് കിട്ടുന്നത്. ഓക്കെ, 2 ഓഫ് കപ്സ് വേണ്ടി നമുക്കിവിടെ 2 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് 2 കാർഡ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് കാർഡ് 7 ഓഫ് വാൻഡ്സും സെക്കൻഡ് കാർഡ് നൈറ്റ് ഓഫ് സോഡ്സുമാണ് കിട്ടിയിട്ടുള്ളത്. ദെൻ 7 ഓഫ് സോഡ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 7 ഓഫ് സോഡ്സിൻ്റെ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 10 ഓഫ് പെൻഡക്കിൾസ് വരുന്നുണ്ട്. നെക്സ്റ്റ് കാർഡ് 7 ഓഫ് പെൻഡക്കിൾസ് ആണ്. ദെൻ 9 ഓഫ് വാൻഡ്സ് കിട്ടുന്നുണ്ട്. ഓക്കെ, 9 ഓഫ് പെൻഡക്കിൾസ് വരുന്നുണ്ട്. 9 ഓഫ് വാൻഡ്സിന് ശേഷം 9 ഓഫ് പെൻഡക്കിൾസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വന്നിട്ടുള്ള ഒരു കാർഡ് 3 ഓഫ് കപ്സ് ആണ്. അപ്പോൾ നമുക്കിനി മാസ്റ്റർ കാർഡും കൂടെ നോക്കാം. മാസ്റ്റർ കാർഡ് 5 ഓഫ് പെൻഡക്കിൾസ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നിവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുന്നത്, നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് എന്നുള്ളതാണ്. അവരെങ്ങനെയാണ് നിങ്ങളെ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ദ എംപ്രസ് കാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തൊട്ടടുത്ത് തന്നെ 2 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 കാർഡുകളുടെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായിട്ടുള്ള ഒരു കാർഡുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 2 കാർഡുകൾ വെച്ച് നമുക്ക് പറയാൻ കഴിയും, അവർ നിങ്ങളെ ഒരു സാധാരണ വ്യക്തിയെ മാത്രം കാണുന്നില്ല, അവരുടെ ലൈഫിൽ വന്നിട്ടുള്ള ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന രീതിയിൽ കാണുന്നില്ല എന്നതാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു പ്രത്യേക സ്ഥാനമുണ്ട്, ഒരു ഇമ്പോർട്ടൻറ്റ് വാല്യൂ നൽകുന്ന ഒരു പേഴ്സൺ ആയിട്ട് തന്നെ കാണുന്നുണ്ട്. ദ എംപ്രസ് കാർഡ് നിങ്ങളെ അവരുടെ കണ്ണിൽ, ദ എംപ്രസ് കാർഡ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ കണ്ണിൽ അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടിൽ പറയുവാണെങ്കിൽ സ്നേഹവും കരുതലും നൽകുന്ന ഒരു വ്യക്തി, നല്ല കെയറിങ് കൊടുക്കുന്ന ഒരു പേഴ്സൺ, അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയോട് നല്ല സ്നേഹമുള്ള ഒരു പേഴ്സൺ ആണെന്ന് തന്നെയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ അട്രാക്ഷൻ, ആകർഷണമുള്ള ഒരു വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ് എന്ന് ചിന്തിക്കുന്നുണ്ട്. ജീവിതത്തിൽ സമാധാനവും സന്തോഷം നൽകാൻ കഴിയുന്ന ഒരാളായിട്ട് അവർ നിങ്ങളെ കാണുന്നുണ്ട്. ഇതിനൊക്കെ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു സമാധാനം, ഇതൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് വരുന്നത്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ 2 ഓഫ് കപ്സ് കാണിക്കുന്നത് നിങ്ങളുമായിട്ടൊരു ആത്മീയ ബന്ധം, അതുപോലെ തന്നെ ഒരു വികാരപരമായ കണക്ഷൻ, ബോണ്ട് എന്നൊക്കെ പറയില്ല, പരസ്പരം ആകർഷണം അവർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ആ ഒരു പോസിറ്റീവ് വൈബ് അവർക്ക് കിട്ടുന്നുണ്ട്, ആ ഒരു കണക്ഷൻ അവർക്ക് കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അവർക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ഓടി വരുന്ന കാര്യങ്ങൾ. പക്ഷെ അവർ തുറന്ന് ഈ ഒരു കാര്യങ്ങളൊന്നും പ്രകടിപ്പിച്ചിട്ടുണ്ടാവില്ല നിങ്ങളുടെ അടുത്ത്. കാരണം നമുക്കിവിടെ 5 ഓഫ് വാൻഡ്സ് ഉണ്ട്, 7 ഓഫ് വാൻഡ്സ് ഉണ്ട്, 9 ഓഫ് വാൻഡ്സ് ഉണ്ട്. ഇതെല്ലാം ഫയർ എനർജിയാണ്. ഈ 3 കാർഡുകളും അവരുടെ ഉള്ളിലെ ആ ഒരു പോരാട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. അവരുടെ മനസ്സിൽ ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ട്. ചില കാര്യങ്ങൾ ഓർത്തിട്ട് പേടിയുണ്ട്, ഒരു പ്രതിരോധ മനോഭാവമുണ്ട്. അവർ വികാരങ്ങൾ അല്ലെങ്കിൽ ഫീലിങ്സുകൾ നിങ്ങളെക്കുറിച്ച് ഉണ്ടെങ്കിലും അത് തുറന്നു പറയാനായിട്ട് മടിക്കുന്നു. ചിലപ്പോൾ അവർ ചിന്തിക്കാം, ഞാൻ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ എങ്ങനെ മാറും, അല്ലെങ്കിൽ ഞാൻ വീണ്ടും ഹേർട്ട് ആകേണ്ട വരുമോ, ഇത് ഇപ്പോൾ ഞാൻ മുന്നോട്ടേക്ക് വരേണ്ട അല്ലെങ്കിൽ ആക്ഷൻ എടുക്കുന്ന ഒരു ശരിയായ സമയമാണോ എന്നിങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നത്. ഇതാണ് ഇവരെ അവിടെ തടഞ്ഞു നിർത്തുന്നത്, നിങ്ങളിലേക്ക് വരാതെ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് നിങ്ങളോടുള്ള ഒരു സ്നേഹം പൂർണ്ണമായിട്ടും പ്രകടിപ്പിക്കാൻ ഇവർക്ക് കഴിയാതെ പോകുന്നത് ഇതൊക്കെ ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെയാണ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചാരിയറ്റ് കാർഡ് ഉണ്ട് ഇവിടെ. ചാരിയറ്റ് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ചാരിയറ്റ് കാർഡാണ് നിങ്ങൾക്കുള്ള ആ ഒരു പ്രാധാന്യത്തെ എടുത്തു പറയുന്ന കാർഡ്. ചാരിയറ്റ് കാർഡ് കാണിക്കുന്നത് അവർ നിങ്ങളെ മറക്കാൻ കഴിയാത്ത ഒരാളായി കാണുന്നു എന്നാണ്. അതായത് അവർ ഇനി ലൈഫ് ലോങ് ആരുടെ കൂടെ ആയിരുന്നാലും ഏത് സിറ്റുവേഷനിലൂടെ പോയാലും
എങ്ങനെയായിരുന്നാലും നിങ്ങളെ ഒരിക്കലും മനസ്സിൽ നിന്ന് മറന്നു കളയാനായിട്ട് അവർക്ക് പറ്റില്ലാത്ത ഒരു വ്യക്തി തന്നെയാണ്. അപ്പൊ ജീവിതം മുന്നോട്ട് പോകുമ്പോഴും ജോലി, ഫാമിലി, ഉത്തരവാദിത്തങ്ങൾ എല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ ഇടയ്ക്കിടയ്ക്ക് അവരുടെ മനസ്സിലേക്ക് വരാനുള്ള ഒരു സാധ്യതയാണ് നമുക്കിവിടെ ചാരുട്ട് കാർഡ് പറഞ്ഞിരുന്നത്. അപ്പം നിങ്ങളെ പൂർണ്ണമായും മറന്ന് മുന്നോട്ട് പോകാനായിട്ട് ആ വ്യക്തിക്ക് കഴിയില്ല എന്നുള്ളതാണ്. ഇതൊരു മൂവ് ഓൺ കാർഡിനേക്കാൾ ട്രൈങ് ടു മൂവ് ഫോർവേഡ് വൈൽ ക്യാരിങ് ഫീലിങ്സ് എന്നൊരു ഊർജ്ജമാണ് നൽകുന്നത്. അതായത് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്, മൂവ് ഓൺ ചെയ്യുന്നുണ്ട്, അവരവിടെ സ്റ്റക്കായി നിൽക്കുന്നില്ല. പക്ഷേ ഈ മുന്നോട്ടേക്ക് പോകുന്നതോടൊപ്പം തന്നെ ആ ഒരു ഫീലിങ്സുകളും ക്യാരി ചെയ്തുകൊണ്ടാണ് അവർ മുന്നോട്ടേക്ക് എടുത്തുകൊണ്ടാണ് അവർ പോകുന്നത്. നിങ്ങളെ ഉപേക്ഷിച്ചിട്ടല്ല അവർ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ അവർ നിങ്ങളെ അവഗണിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ കാരണങ്ങളും സിറ്റുവേഷൻസും അല്ലെങ്കിൽ അതിൻ്റെ തക്കതായിട്ടുള്ള ഒരു കാരണം ഉണ്ടാകാനുള്ള ചാൻസസ് ആണ് നമ്മൾ ഈ ഒരു റീഡിങ്ങിൽ കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് സോർട്സ് ഉണ്ട്, അതുപോലെ 7 ഓഫ് സോർട്സ് ഉണ്ട്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് നമുക്ക് കിട്ടുന്നത് അവർ പല കാര്യങ്ങളും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തികളാണ് എന്നുള്ളതാണ്. കാര്യങ്ങൾ ഒന്ന് തുറന്നു പറയുന്ന ടൈപ്പ് ഒരു വ്യക്തിയല്ല. ഒത്തിരി സ്നേഹം നിങ്ങളോട് ഉണ്ടെങ്കിൽ പോലും അവര് അതൊന്ന് തുറന്നു പറയുന്ന ഒരു വ്യക്തിയല്ല എന്ന് കാണുന്നുണ്ട്. പിന്നെ നൈറ്റ് ഓഫ് സോൾസ് കാണിക്കുന്നത് പറയാൻ അവർക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്, സംസാരിക്കണമെന്നൊക്കെ അവർക്ക് തോന്നുന്നുണ്ട്, എനിക്ക് ഇത്രയും അധികം ഫീലിങ്സ് നിങ്ങളോടുണ്ട് എന്നൊക്കെ പറയണമെന്ന് ഒത്തിരി ആഗ്രഹം തോന്നുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു 7 ഓഫ് സോൾസ് കാരണം എല്ലാം തുറന്ന് പറയുന്നില്ല എന്നുള്ളതാണ്. വികാരങ്ങള്, ഫീലിങ്സുകൾ, നിങ്ങളോടുള്ള ആ ഫീലിങ്സുകളൊക്കെ അവർ മറച്ചു വെക്കുന്നു. അവരുടെ യഥാർത്ഥ ചിന്തകൾ പുറത്തു കൊണ്ടുവരാനായിട്ട് അവർ പേടിക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് അവർ നിങ്ങളെ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ അത് സമ്മതിച്ചു തരില്ല എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു എനർജിയാണ്. പിന്നെ 10 ഓഫ് പെന്റക്കിൾസ്, അതുപോലെ 7 ഓഫ് പെന്റക്കിൾസ്, ഈ ഒരു കോമ്പിനേഷൻ വളരെ ഒരു ശ്രദ്ധേയമായ കോമ്പിനേഷൻ കൂടിയാണ്. നിങ്ങളെ അവരുടെ ജീവിതത്തിൽ ഒരു ലോങ് ടൈം മൂല്യമുള്ള, അതായത് ഒരിക്കലും അവസാനിക്കാത്ത, നമുക്ക് കുറച്ച് ആളുകൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അവരുമായിട്ട് റിലേഷൻഷിപ്പിൽ ബോർ ഫീൽ ചെയ്യും, അപ്പൊ അല്ലെങ്കിൽ ടയേർഡ്നെസ് ഫീൽ ചെയ്യും, ബേർഡൻ പോലെയൊക്കെ തോന്നും. അങ്ങനെ ഒരിക്കലും ആ ഒരു രീതിയിലുള്ള ഒരു ഫീലിങ്സുകളും തോന്നാതെ നിങ്ങളെ അവരുടെ ജീവിതത്തെ ദീർഘകാലത്തിലേക്ക് മൂല്യമുള്ള ഒരാളായിട്ട് കാണാനുള്ളൊരു സാധ്യതയാണ് നമുക്കിവിടെ 10 ഓഫ് പെന്റക്കിൾസും 7 ഓഫ് പെന്റക്കിൾസും പറഞ്ഞത്. പിന്നെ 10 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു സ്റ്റെബിലിറ്റി തന്നെയാണ്, ദീർഘകാല ബന്ധമാണ്, ലോങ് ആയിട്ട്, അതായത് ലൈഫിൽ മുഴുവൻ നിങ്ങൾ ഉണ്ടാകണം കൂടെ എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നല്ലൊരു ട്രസ്റ്റ് നിങ്ങളോടുള്ള ഒരു പേഴ്സൺ തന്നെയാണ്. 7 ഓഫ് പെന്റക്കിൾസിലേക്ക് വരുമ്പോൾ ക്ഷമയോടെ നിങ്ങളെ നിരീക്ഷിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. സമയമെടുത്ത് നിങ്ങളെ വിലയിരുത്തി അല്ലെങ്കിൽ കാര്യങ്ങളെ വിലയിരുത്തുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ്. അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് പറയുന്നത് ഈ ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഒത്തിരി വിലപ്പെട്ട ഒരു പേഴ്സൺ ആണ് എന്ന രീതിയിൽ നിങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ വന്നു പോയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് സോൾവ് ചെയ്യില്ല, വേഗത്തിൽ ഒരു തീരുമാനമോ ഡിസിഷനൊന്നും എടുത്ത് ഇനിയും ഒരു പ്രശ്നത്തിലേക്കോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളിലേക്കോ പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ സമയം എടുത്തിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യും എന്ന് തന്നെയാണ് ഈ ഒരു വ്യക്തി ഇവിടെ പറയുന്നത്. കാര്യങ്ങൾ വേഗത്തിൽ തീരുമാനിക്കില്ല എന്നൊരു ചിന്ത അവരുടെ മനസ്സിൽ ഉണ്ട് എന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 9 ഓഫ് പെന്റക്കിൾസും അതുപോലെ 3 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. അവര് നിങ്ങൾ ശരിക്കും ഒരു ആത്മവിശ്വാസമുള്ള, നല്ല കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ കാണുന്നുണ്ട്. അതുപോലെ സ്വന്തം മൂല്യം, സ്വന്തം വാല്യൂ അറിയുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. ആളുകൾക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സൺ ആയിട്ടും നിങ്ങളെ അവർ കാണുന്നുണ്ട്. അപ്പൊ 3 ഓഫ് കപ്സ് കാണിക്കുന്നത് നിങ്ങളോടൊപ്പം സംസാരിക്കാനും സന്തോഷകരമായ കാര്യങ്ങൾ, നിമിഷങ്ങൾ പങ്കുവയ്ക്കാനും അവരെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരുടെ മനസ്സിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്കൊരു സന്തോഷം നൽകുന്ന ഒരു എനർജി അല്ലെങ്കിൽ ഒരു വൈബ്രന്റ്, നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അവർക്കൊരു പോസിറ്റീവ് വൈബ്രന്റ് എനർജിയാണ് കിട്ടുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ 3 ഓഫ് കപ്സിന്റെ എനർജി അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 5 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഈ ഒരു കാർഡ് ഏറ്റവും ആഴത്തിലുള്ള, ഏറ്റവും ഡീപ്പായിട്ടുള്ള ഒരു കാര്യമാണ് കാണിക്കുന്നത്. അവരുടെ ഉള്ളിൽ ചിലപ്പോൾ പല രീതിയിലുള്ള നഷ്ടബോധങ്ങൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഡിസ്റ്റൻസ് വന്നു പോയതിലുള്ള വിഷമമുണ്ട്, ആ ഒരു വേർപിരിഞ്ഞു പോയതിലുള്ള വിഷമമുണ്ട്. അതുപോലെ നിങ്ങളിൽ നിന്ന് അകന്നു പോകുമോ, ഇനി അകന്നകന്ന് ദൂരേക്ക് പോകുമോ എന്നുള്ളൊരു പേടിയുണ്ട്. ചില സാഹചര്യങ്ങൾ അവർക്ക് ചില സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആയപ്പോൾ അവർക്ക് നിങ്ങളിൽ നിന്ന് ലഭിക്കാത്ത എന്തോ ഒന്നിനെ കുറിച്ചുള്ള ഒരു ശൂന്യത അനുഭവപ്പെടുന്നു. അതായത് നിങ്ങളെ മാറ്റി നിർത്തി അവർ തന്നെ പോയിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ സിറ്റുവേഷൻ കൊണ്ട് മാറിപ്പോയിട്ടുള്ളതായിരിക്കാം. എങ്ങനെയാണെങ്കിലും ആ ഒരു നിങ്ങൾ അവരിൽ നിന്ന് പോയതിനു ശേഷം അവിടെ ഒരു ശൂന്യത, ഇപ്പോ അവരുടെ കൂട്ടത്തിൽ ഫാമിലി ഉണ്ടായിരിക്കാം, ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, എല്ലാവരും ഉണ്ടായിരിക്കാം, എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരിക്കാം, പൈസ ഉണ്ടായിരിക്കാം, എല്ലാം ഉണ്ടായിരിക്കാം. പക്ഷെ
ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്തൊക്കെയോ ഒരു ശൂന്യത അവർക്ക് അനുഭവപ്പെടുന്നു. അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ പോലും അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ അറ്റ് ദ എൻഡ് അവർ ചിന്തിക്കുമ്പോൾ ആ ഒരു ഫോക്കസ് നിങ്ങളിലേക്കാണ് വരുന്നത്. അതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഓവറോൾ മെസ്സേജ് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ സ്പ്രെഡിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ സ്ഥാനം അവരുടെ മനസ്സിൽ വളരെ ഒരു സാധാരണമായ ഒന്നല്ല എന്നുള്ളതാണ്. അവർ നിങ്ങളെ ഒരു വിലപ്പെട്ട വ്യക്തിയായിട്ടും ഒരു ഫീലിങ്സുകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കണക്ഷനുള്ള ഒരാളായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ലോങ് ടൈം അവരുടെ ലൈഫിൽ ഉണ്ടാകണമെന്ന് അവർ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി സന്തോഷം നൽകിയ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷം കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഊർജ്ജം ഇവിടെ നമുക്ക് ശക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ അതേസമയം ഇവിടെ കുറേയേറെ പേടികളും സംശയങ്ങളും ഫീലിങ്സുകൾ മറച്ചു വെക്കാനുള്ള, മറച്ചു പിടിക്കാനുള്ള ഒരു ക്യാരക്ടറും ഒരു പ്രതിരോധ മനോഭാവവും ഒക്കെ ഇവർ തുറന്ന് കാണിക്കുന്നുണ്ട്. അവര് പക്ഷെ അത് തുറന്ന് മുന്നോട്ട് വരാനായിട്ട് കുറച്ച് തടസ്സമായിട്ട് നിങ്ങളിലേക്ക് വരാതെ നിൽക്കുന്നത് ഇത്രയും കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ അവരുടെ മനസ്സിൽ ഒരു സ്ഥാനം നേടിയ ഒരു വ്യക്തി തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. പക്ഷെ അവരിപ്പോ ഈ ഒരു ഫീലിങ്സുകളെക്കാൾ, നിങ്ങളോടുള്ള ആ ഒരു സ്നേഹത്തിന്റെ ഫീലിങ്സുകളെക്കാൾ കുറച്ചും കൂടി ഒരു ജാഗ്രതയും നിയന്ത്രണവും മുൻഗണനയും ഒക്കെ നൽകുകയാണ് അവരുടെ ലൈഫിലേക്ക്. അപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള വിലയും പ്രാധാന്യവും അവർ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളുടെ ഇമ്പോർട്ടൻസ് അവർ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ അത് മുഴുവനായിട്ടും പ്രകടിപ്പിക്കാനായിട്ട് അവരിപ്പോൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതിന് കാരണം പറയുകയാണെങ്കിൽ ഇവിടെ കുറെ സാഹചര്യങ്ങൾ, കുറെ അപകട സാധ്യതകൾ ഇതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഈ ഒരു ഫീലിങ്സുകൾ അവർ തുറന്ന് കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവർ അത്തരത്തിൽപ്പെട്ട എന്തോ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ മിസ് ചെയ്യുന്നുണ്ടെങ്കിലും, ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറയാനായിട്ട് മെസ്സേജ് അയക്കാനായിട്ട് ആഗ്രഹമുണ്ട്, പക്ഷെ അവർ മെസ്സേജ് അയക്കാതിരിക്കുക. ഒരു വ്യക്തിക്ക് നിങ്ങളെ ഓർമ്മ വരാം, സംസാരിക്കണം എന്നൊക്കെ തോന്നാം, പക്ഷെ അവർ ചിന്തിക്കും ഞാൻ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, ഇപ്പോൾ സംസാരിക്കാൻ ശരിയായിട്ടുള്ളൊരു സമയമാണോ എന്നൊക്കെ അവർ ഒരു സെക്കൻഡ് തോട്ട് ചിന്തിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫീലിങ്സിന് പുറത്തെടുത്തിയാടി ഒരു ഡിസിഷനും എടുക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മെസ്സേജ് അയക്കാനുള്ള ആ ഒരു ഫീലിങ്സ് ഉണ്ടായിട്ടും അവർ സ്വയം അവരെ തന്നെ നിയന്ത്രിച്ച് ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അവർക്ക് നിങ്ങളോട് ഇഷ്ടമോ സ്നേഹമോ ഒക്കെ നല്ല രീതിയിലുണ്ട്, പക്ഷെ അവർ ചിന്തിക്കും ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് കൂടുതൽ സങ്കീർണമായി പോകുമോ, അല്ലെങ്കിൽ ഇവർ എന്നെ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വേദന എടുക്കേണ്ടി വരുമോ, അതിനാൽ ഒരു ഹൃദയം ഒരു കാര്യം പറയുമ്പോൾ ആ ഒരു ബുദ്ധി ഉപയോഗിച്ച് അവർ സെക്കൻഡ് തോട്ട് ഒന്ന് ചിന്തിച്ച് മറ്റൊന്ന് അവർ പറയുകയാണ്, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു തോട്ട്സ് വരികയാണ്. അപ്പോൾ അവർ നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ടെങ്കിലും അത് തുറന്ന് പറയാതിരിക്കുന്നത് അതുകൊണ്ടാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ നിങ്ങളുടെ സ്റ്റാറ്റസ്, അതുപോലെ പോസ്റ്റ്, പ്രൊഫൈല് ഇതൊക്കെ അവർ സോഷ്യൽ മീഡിയയിലൊക്കെ ശ്രദ്ധിക്കും. എന്നാൽ അവർ ലൈക്ക് ചെയ്യുകയോ റിപ്ലൈ ചെയ്യുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യില്ല. കാരണം എൻ്റെ താല്പര്യം വളരെ വ്യക്തമാകരുത് ഈ ഒരു വ്യക്തിക്ക് എന്നുള്ള രീതിയിലാണ് അതങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്, അല്ലെങ്കിൽ അവർ ഇത്രയും കെയർ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ട എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷെ അവർ അങ്ങനെയുള്ള ഏതോ ഒരു സാഹചര്യങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്, അതായിരിക്കാം അങ്ങനെ അവർ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അവർക്ക് ഒരു ജാഗ്രതയുടെ ഒരു ഇത് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ജാഗ്രത, അതായത് മറ്റു വ്യക്തികൾ അത് പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുള്ള റിലേഷൻഷിപ്പോ കാര്യങ്ങളൊക്കെ ആകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നോക്കും, പക്ഷെ പ്രതികരിക്കാതിരിക്കും. ഇതാണ് അവർ കാണിക്കുന്ന ആ ഒരു വേ ഓഫ് ബിഹേവിയർ. ഓക്കെ, പിന്നെ നമുക്കിവിടെ 10 ഓഫ് പെന്റിക്കിൾസും 7 ഓഫ് പെന്റിക്കിൾസിന്റെ എനർജി കാണിക്കുന്നത് നമ്മളിപ്പോൾ ഒരു വീട് പണിയാൻ പോകുമ്പോൾ ആളുകൾ ശരിക്കും അടിത്തറ ഉറപ്പിക്കാതെ ഈ മേൽക്കൂര പണിത് വെക്കില്ലേ, അതുപോലെ അവർക്ക് ബന്ധത്തിന്റെ സാധ്യത അവർ കാണുന്നുണ്ടെങ്കിലും ആദ്യം കാര്യങ്ങൾ ശരിയാക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. അതായത് ഒരു ഫൗണ്ടേഷൻ വേണം എന്നൊരു മനോഭാവമുണ്ട്. അതിനുശേഷം മാത്രം മുന്നോട്ടേക്ക് പോകാം എന്ന് ചിന്തിക്കുന്ന എനർജീസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ 2 ഓഫ് കപ്സും എംപ്രസും അതൊരു ഫീലിങ്സുകളുടെ അട്രാക്ഷനെയാണ് കാണിക്കുന്നത്. അപ്പോൾ പിന്നെ എൻ്റെ വികാരങ്ങൾ എല്ലാവരോടും കാണിക്കേണ്ടതില്ല, അല്ലെങ്കിൽ എല്ലാവരും കാണണ്ട, എനിക്ക് ഒരു വ്യക്തിയെ ഭയങ്കര ഇഷ്ടമാണ് എന്ന രീതിയിൽ അങ്ങ് ഒത്തിരി പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ്. ഞാനിപ്പോൾ കുറച്ച് സൂക്ഷിച്ചൊന്ന് മുന്നോട്ടേക്ക് പോകാം, എങ്കിലാണ് ഇത് നല്ല രീതിയിൽ പിന്നീട് എൻ്റെ കൂട്ടത്തിൽ ഈ ഒരു പേഴ്സൺ ഉണ്ടാകാനുള്ള ചാൻസസ് ഉള്ളൂ എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു സമീപനമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ റീഡിങ്ങിൽ ഫീലിങ്സുകളില്ല എന്ന സൂചനയേക്കാൾ നമ്മൾ
വളരെയധികം ഫീലിങ്സുകൾ ഉള്ള ഒരു വ്യക്തി, പക്ഷെ അവ ഇങ്ങനെ നിയന്ത്രിച്ചു വെക്കുന്ന എന്നുള്ള ഒരു സൂചനയാണ് ശക്തമായി നമുക്ക് തരുന്നത്. അപ്പൊ നമ്മളിവിടെ നോക്കിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനമാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ അതിൽ നമ്മൾ എടുത്തു പറയുമ്പോൾ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനം തന്നെ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ പോലെ ഒരു പേഴ്സണെ അവർ ഇതുവരെ അവരുടെ ലൈഫിൽ മീറ്റ് ചെയ്തിട്ടില്ല. ഇനി അങ്ങനെ ഒരു പേഴ്സണെ അവരുടെ ലൈഫിൽ അവർ മീറ്റ് ചെയ്യും എന്നും അവർക്കൊരു പ്രതീക്ഷയുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൊടുത്ത ആ ഒരു സ്നേഹം, കെയർ, അതൊക്കെ കുറിച്ച് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷമായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള വൈബാണ് അവർക്ക് എപ്പോഴും ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവരുടെ ഹൃദയത്തിലെ ഏറ്റവും മോസ്റ്റ് വാണ്ടഡ് പേഴ്സൺ ആയിട്ട് തന്നെയാണ് അവർ സൂക്ഷിക്കുന്നത് എന്നുള്ളൊരു കാര്യവും നമുക്കിവിടെ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് സോൾ മെസ്സേജസും കൂടി ഒന്ന് എടുത്ത് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നൊരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. ഫസ്റ്റ് സോൾ മെസ്സേജ് നമുക്ക് കിട്ടുന്നത് എവറി മൊമെന്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രീഷ്യസ് ഫോർ മീ. ഓക്കെ, അത് തന്നെയാണ് നമുക്ക് റീഡിങ്ങിൽ കിട്ടിയിട്ടുള്ളത്. ഓരോ നിമിഷവും നിങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്ത ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതായിട്ട് ഈ ഒരു പേഴ്സൺ കാണുന്നുണ്ട് എന്നുള്ളതാണ്. സെക്കൻഡ് മെസ്സേജ്, I am missing you so much right now. I wish you could hear beside me. I miss you, I miss you, I miss you. ഓക്കെ, അവർക്ക് ഒത്തിരി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ അവരുടെ അരികിൽ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു. ഓക്കെ, ഇത് തന്നെയാണ് നമുക്ക് റീഡിങ്ങിൽ കിട്ടിയിട്ടുള്ളത്. അവരുടെ ഫീലിങ്സുകൾ ഹൈഡ് ചെയ്ത് പിടിക്കുന്നു, നിയന്ത്രിച്ചു വെക്കുന്നു എന്നുള്ളതാണ്. ദിസ് ടൈം ഐ എം നോട്ട് റെഡി, ഗിവ് മീ ടൈം. ഓക്കെ, ഈ ഒരു സമയം അവരൊട്ടും റെഡി അല്ല, ചാടി വന്നൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു സമയമല്ല, എനിക്ക് കുറച്ചുകൂടി സമയം തരണം എന്ന് അവർ പറയണം. ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേ വി മെറ്റ് ഫസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ദിവസം ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഐ നോ ഐ ഹേർട്ട് യു. എനിക്കറിയാം ഞാൻ ഒത്തിരി നിന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു ആ പേഴ്സൺ പറയുകയാണ്. ഐ വാണ്ട് ടു സീ യു, ഐ തിങ്ക് അബൌട്ട് യു ഡേ ആൻഡ് നൈറ്റ്. ഓക്കെ, എനിക്ക് നിന്നെ കാണണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്, അതുപോലെ തന്നെ ഓരോ ഡേയും നൈറ്റും ഒക്കെ ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ ഒരു പേഴ്സൺ പറയുന്നത്. ലവ് മീ, ദാറ്റ്സ് ഓൾ ഐ ആസ്ക് ഓഫ് യു. എന്നെ സ്നേഹിക്കൂ, അത് മാത്രമാണ് ഞാൻ എന്നോട് ചോദിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് ഈ ഒരു പേഴ്സൺ പറയുന്നത്. അപ്പോൾ ഇത്ര സോൾ മെസ്സേജസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് ലെറ്റർ എം ആണ്. അതുപോലെ തന്നെ നമ്പർ 32 നമുക്ക് കിട്ടുന്നുണ്ട്. ലെറ്റർ ഒ നമുക്ക് കിട്ടുന്നുണ്ട്. റീഡിങ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 1992 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. റെഡ് കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ളൊരു കളർ എന്ന് വെച്ചിരിക്കുന്നു. 2 വീക്സ് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ ഐ നമുക്ക് കിട്ടുന്നുണ്ട്. മലപ്പുറം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കൈൻഡ്നെസ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 1994 നമ്പർ 4 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ ലെറ്റർ ടി നമുക്ക് കിട്ടുന്നുണ്ട്. ലെറ്റർ പി, ബേക്കർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 1982 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 1 month എന്ന് പറയുന്നൊരു പോസിബിലിറ്റി വരുന്നുണ്ട്. നമ്പർ 25 റോസ് കളർ. 1991 നമ്പർ 29 സോഷ്യൽ വർക്കർ എന്ന് പറയുന്നൊരു ക്ലൂ വരുന്നുണ്ട്. 1976 ലെറ്റർ എക്സ്, ഏപ്രിൽ മന്ത്, വൈറ്റ് ബട്ടർഫ്ലൈസ് ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൊക്കെ ഒത്തിരി കാണുന്നുണ്ടാവും. നമ്പർ 28 ചാരിറ്റി എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഗാർഡനിങ് ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. 1995 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 53 കിട്ടുന്നുണ്ട്. നമ്പർ 6, നമ്പർ 56, അതുപോലെ തന്നെ ദിസ് മന്ത് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.